എങ്ങനെയാണ് ഇദ്ദേഹം വേണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ കാരണം? നോബിളുടെ ബ്രദറാണ് ആക്ച്വലി സജസ്റ്റ് ചെയ്യണം വിനീതിൻ്റെ അടുത്ത് ഇങ്ങനെ ആശാന് ഇതേപോലെ. ഇപ്പം വിനീത് ആദ്യം പറഞ്ഞു നമുക്ക് ലൈക്കബിലിറ്റി ഉള്ള ഒരു ഫോറിൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആനവാൽ മോതിരൊക്കെ ഉണ്ടല്ലോ, അല്ല ബെഞ്ചമിൻ ബ്രൂട്ടോ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ നമ്മൾ മലയാളികൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറുണ്ടല്ലോ. അപ്പം വിനീത് നോബിളും വിനീതും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനത്തെ ലൈക്കബിലിറ്റി ഉള്ള ഒരു സായിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ആശാനാണല്ലോ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫേവറേറ്റ് ആശാൻ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എനിക്ക് തോന്നുന്നു വിനീത് ദുബായിൽ പോയ ടൈമിൽ ആശാൻ അവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ ആശാന്റെ അടുത്തൊരു സ്ക്രീൻ ടെസ്റ്റ് പോലെ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആശാൻ ഫസ്റ്റ് ഇതിൽ തന്നെ നെയിൽഡ് ഇറ്റ്. അപ്പോൾ അതിൽ ആ മൊമെന്റിൽ തന്നെ ഉറപ്പിക്കുകയായിരുന്നു ആശാന്. ഇപ്പോൾ ആനവാൽ മോതിരത്തിന്റെ കഥ പറഞ്ഞപ്പോൾ അതിലൊരു സീന് നമ്മുടെ മനസ്സിൽ മലയാളികൾക്ക് ഓർത്തിരിക്കുന്ന കുറേ സാധനങ്ങൾ. അതെ അതെ, ഇത് പക്ക ഇംഗ്ലീഷ്കാരനായിട്ട് തന്നെ ചിത്രീകരിച്ചിരിക്കുക. അതെ, അത് അങ്ങനെ തന്നെ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ. കാരണം നമ്മൾ ടെറൈൻ നടക്കുന്ന ഇന്റർനാഷണൽ ലെവലിൽ തീർച്ചയായിട്ടും അതെ. അപ്പോൾ നമുക്ക് അവിടുത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ്. അപ്പം മെയിനായിട്ട് ഇപ്പൊ സിനിമ കാണുമ്പോൾ അറിയാമല്ലോ എങ്ങനത്തെ ക്യാരക്ടറാണ് ആശാൻ ചെയ്യുന്നത്. അവിടെ ഒരിക്കലും നമുക്കൊരു മലയാളി പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഫോറിൻ ക്യാരക്ടറായിട്ട് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.